നീ കൂടുതൽ ടെൻഷൻ അടിക്കാതെ പോയി ഒരു ബെഡ് കോഫി കൊണ്ടുപോയോ. ബെഡ് കോഫി അല്ല മനുഷ്യ, ബെഡ് കോഫി. എന്ത് കൊണ്ടുവെങ്കിലും ആകട്ടെ പോയി കൊണ്ടുപോയോ. മൈ ഡാർജിലിംഗ്. ഇത് സന്തോഷ വാർത്തയുമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. നത്തിങ് ഓഫീസിലെ പോട്ടി. ലണ്ടനിന്ന് മകൻ വരുന്നേ, നമ്മുടെ മകൻ വരുന്നേ. കാര്യം തോളിലാക്കിയിട്ട് അവൻ വരുന്നേ, നമ്മുടെ മകൻ വരുന്നേ. കൂട്ടും ചൂട്ടുമിട്ടിട്ട് അവൻ വരുന്നേ, വരുന്നേ. പാട്ടും കൂട്ടുമായിട്ട് അടിപൊളിയാ, ഇനി അടിപൊളിയാ. അടിപൊളിയല്ലേ? നാട്ടിലോ പൊങ്ങിയതോ, പൊങ്ങിയതോ രണ്ടില്ല. കണ്ടായോ കൊമ്പന, വന്നായോ മേലവട. അഞ്ചാറോ വയ്യം കൂടി നീ വീണ്ടു വരുന്നേ. അടിപൊളിയാണ്, അടിപൊളിയാണ്, അടിപൊളിയാണ്. വടക്കാരെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ പൂരപ്പുറം പോയാകും. അവൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. അയലത്തെ ചന്ദ്രനെ പോൽ ഒരു മാളിക പണിയും ഞാൻ. തീരാകെയുമാക്കി ഓസിൽ ഞാൻ വിലക്കുമടി. അണിപ്പി അണിപ്പി അത് വിടന്ന് യാജുമണിക്ക്. അഭിപി അഭിപി തുടങ്ങുന്ന പാട്ടും പോലെ സുൽത്താനായി വാഴും ഞാൻ. സൽമാൻ ഖാന്റെ സൈലാകും. നമ്മുടെ മകൻ വരുന്നേ, നമ്മുടെ മകൻ വരുന്നേ. എന്റെ മനുഷ്യ, അത് മകനല്ല, നമ്മുടെ മൂത്ത മരുമകനാ. എന്റെ ദൈവമേ, അവൻ ഇന്നും കള്ളാണോ? കണ്ടാൽ എന്റെ ബോറുമാറും. രണ്ട് തല്ല് കിട്ടി എന്നാൽ മാറും. നാലുകാലാത്തിര നാലുകാല രണ്ടെണ്ണമകത്തിന്റെ രാഗമുറ. പാറു കണ്ടാൽ എന്റെ ബോറുമാറും. രണ്ട് തല്ല് കിട്ടി എന്നാൽ മാറും. ആരും കാണാതാറെണ്ണം വീശും. പാറിൽ തന്നെ മൂലയ്ക്ക് ചായും. കയ്യിലുള്ള കാറ്റെടുത്ത് ബാറിലുള്ള വെയിറ്റർമാർക്ക് 100 രൂപ വീതം അങ്ങോട്ട് കൊടുത്തു. നീ ഓവറാകുന്നേരത്തെ വസ്തിപ്പ് കയ്യിൽ വാങ്ങിയിട്ട് കോളറിന് തൂക്കി മെല്ലെ റൊട്ടിയാക്കും. എന്റെ പൊന്നു മോനെ, നാല് കാലി നടക്കുന്ന പൊന്നുമരം മോനെ, നാല് നടക്കുന്ന പൊന്നുമരം മോനെ. ഇത് കുറവാണട നിനക്ക്. 5 മണിക്കൂറും പിടിവിട്ട് നടന്നാൽ എന്റെ മുള മുഴുപടണേ. ഇനിയെങ്കിലും ഈ കള്ളൂരി ഒന്ന് നിർത്തിക്കൂടടാ. അപ്പച്ച, 3ാമത്തെ വയസ്സിൽ എന്റെ അമ്മ മരിച്ച മുലകുടി നിന്നപ്പോ എന്തെങ്കിലും ഒരു കുടി വേണമല്ലോ എന്ന് കരുതി തുടങ്ങിയ കള്ളൂരി ഒരു പെണ്ണ് പിടിച്ചോണ്ടിരിക്കുക. അമ്മച്ചി, പക്ഷെ ഇത് മറയില്ലല്ലോ. ഈ മറന്നൊക്കെ ഞാനീ നടക്കുന്നത്. അതുപോട്ടെ, എന്റെ അനിയനെവിടെ? അത് നീ എവിടെ അറിഞ്ഞു? പറഞ്ഞറിഞ്ഞു ഫാദർ എന്തളിയൽ ലണ്ടനിന്ന് വരുന്നുണ്ടെന്ന്. എന്റെ പുന്നാരാളിയനിന്ന് വരുന്നുണ്ടെന്ന്. എനിക്കുള്ള വീതമൊന്നും ഒതുക്കരുതേ. നിങ്ങളുടെ പുന്നാര മോള് വന്നു വീട്ടിൽ നിൽക്കും. ആ മുദേവി നാളെ വന്നു വീട്ടിൽ നിൽക്കും. എന്ത് വിചാരിക്കും?
വായിച്ചാലും ആദ്യത്തെ പെട്ടി അടങ്ങൂന് പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ടേ പുറത്തേക്ക് വരാവുള്ളൂ. ആദ്യത്തെ പെട്ടി എന്തായിരിക്കണം, അത് മുഴുവനും നീ മക്കളിയന് നൽകണം. കുപ്പിയുണ്ടെങ്കിൽ രണ്ടെണ്ണം നൽകണം. ഇതാണോ അന്തിപ്പാതിരാ നേരം കാറിന്റെ ഉള്ളിൽ നിന്ന് പെട്ടി തൂക്കി കയറി വരുന്നവൻ ആരാടാ? ആരാടാ? എവിടെ 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 കാണാമല്ലേ? അന്തിപ്പാതിരാ നേരം കാറിന്റെ ഉള്ളിൽ നിന്നും പെട്ടി തൂക്കി കയറി വരുന്നവൻ ആരാടാ? ആരാടാ? അവനെന്റെ മകനെന്റെ ജോർജ് കുട്ടി, കയ്യിലുള്ള പെട്ടിക്കുള്ളിൽ ജോർജ് കുട്ടി. നീ ഒന്ന് പതുക്കം പറ. മോനെ വാടാ, വേഗം വാടാ, നാലുകളാച്ചട നിന്നെ കാണാൻ പോറിൻ പണതും കെട്ടിയടച്ച പെട്ടിയിലാക്കി പൊട്ടിയെടുത്ത് പോറിൻ ബാഗിൽ തോളിൽ തൂക്കിട്ട് ചെന്നിടിച്ച് വരുന്നത് കാണാൻ കേളത്തരികിടത് മുതലേ. അയ്യോ എന്റെ അപ്പച്ച, അയ്യോ വയ്യേ, നടുവും പോയേ. നദിലെ റോഡിൽ കട്ടറുകുടിയിൽ പെണ്ണിയുമായി തല്ലിയടച്ച പരവിനിറയിൽ പൊടിയും കടിയും നടുവിന് നടുവിന് തൊടിയും ചടവും തല്ലിയടച്ചു വരുന്നത് കണ്ട അപ്പാതരികളെ പുറത്തേ. മോനെ, നീ അങ്ങ് തടിച്ചു കൊടുത്ത് മെലിഞ്ഞു വെറുത്ത് കരിക്കട്ട പോലെ ആയില്ലോടാ ജോലി കുട്ടി. ഈശോയെ, പോയപ്പോ എന്തോരം നല്ല പെണ്ണാക്കിയായിരുന്നു. ഇപ്പൊ എന്തായാലും കുറവ്. ഇപ്പൊ മുനിസിപ്പാലിറ്റി പോലെ ആയി. അളിയാ, അളിയനെ കാത്ത്, അളിയനെ കാത്ത് ഇത്ര നാള് കാത്തിരുന്നളിയ. എന്റെ പുന്നാര അളിയ, എന്റെ പുന്നാര അളിയ, തന്നോട് ഞാനൊരു കിഞ്ഞാനം പറയട്ടെ. ഞാനൊരു കിഞ്ഞാനം പറയട്ടെ. എന്നെ ഞെക്കി കൊല്ലാതെ. നീ ഇങ്ങോട്ട് മാറ്റിയ ചിന്നാലും പുഞ്ഞാലൊക്കെ പിന്നെ പറയാം. അപ്പച്ചന്റെ ബ്ലഡ് പ്രഷർ കൂട്ടാതെ പെട്ടി തുറക്കണം മോനെ. തുറന്നു പോയേ. അളിയാ, അളിയൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് തുറന്ന് കാണിക്കലയാ. എന്റെ അമ്മച്ചക്ക് പോറും കൂടാതെ, എന്റെ അപ്പച്ചനെ കാരം കൂടാതെ, എന്റെ അളിയന് കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. ഈ മുണ്ട് ഷർട്ട് മിനി വേണ്ട, എനിക്ക് ഒരു ജീൻസ് പഞ്ചാടാ. ഓ എന്റെ അപ്പച്ച, ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ പഴയ സ്റ്റൈൽ അടിക്കുന്ന. ഓരോരുള്ളവരൊക്കെ പഴയ സ്റ്റൈൽ തന്നെ. ഓ ഈ നാട്ടിലുള്ളവരൊക്കെ അടിപൊളി ഫാഷൻസ്. അമ്മച്ചയോടെ എന്റെ ദൈവം ഇത് എന്തോന്ന് കൊണ്ടാട്ടി മെഡിക്ക് അത് രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന അലിയന്റെ അലിയന. അപ്പൊ ഞാൻ അമ്മച്ചി പെട്ടിയെല്ലാം അകത്തേക്ക് മുക്കിക്കോ, ഇല്ലെങ്കിൽ അവൻ കച്ചിനോ മുക്കുന്നോ അല്ലെ മുക്കൂ. 10,50,000 എന്റെ പൊന്നളിയ, 1.5 ലക്ഷം രൂപയുടെ കടമുണ്ട്. ആണെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. അളിയാ, എന്തോ വിവരമുണ്ടോ? ഇല്ല. വിദ്യാഭ്യാസം ഉണ്ടോ? ഇല്ല. സംസ്കാരമുണ്ടോ? ഇല്ല. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടോ? ഇല്ല. പിന്നെ അളിയൻ എങ്ങനെ ജീവിക്കും? അതല്ലേ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. സുഖ ഭക്ഷണം, സുഖ ജീവിതം. എന്റെ അളിയ, ഞാൻ പാട്ടുകാരൻ, നാട്ടുകാരുടെ പാർട്ടിക്കാരൻ, നാട്ടുകാരുടെ വോട്ട് തണ്ടി പാടുകെട്ട് മന്ത്രിയായി കാതരിച്ചു വീഴ്ത്തവൻ. ഇപ്പോ ജയിൽക്കാർ പോയടോ, ഇപ്പോ പല്ലുപോയ തുക പോലെ എന്റെ കോലമാ. എന്റെ പൊന്നളിയ, അതുകൊണ്ട് അളിയൻ പാർസൽ ഫണ്ടിലേക്ക് 5 ലക്ഷം രൂപ എന്റെ പേരിൽ ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യണം. ഓ അളിയ, അളിയനെ മുടിച്ച രാഷ്ട്രീയം നിർത്താവോ? നിർത്താനോ? ഒരു വട്ടം കൂടിയ പൊടിവെച്ച കാറിന്റെ പുറകിൽ കിടക്കുവാൻ മോഹം, പലവട്ടം കയറിയ നിയമസഭയിൽ ചെന്നു തെറിപ്പാട്ടു പാടുവാൻ മോഹം, എന്റെ കൊടുമുണ്ട് പൊക്കുവാൻ മോഹം. എത്ര നല്ല നടക്കാത്ത മോഹങ്ങൾ.
അവന് തൊടരുതേ. അവന് തൊട്ടാൽ നാളെ അതിന്റെ പേരിൽ സംസാരം ഉണ്ടാവും. അവന്റെ കാല് പിടിക്കൂ, എന്നിട്ട് കാലമായിരുന്നു എന്തടിക്കൂ. നിങ്ങളൊന്ന് മിണ്ടാണ്ടിരി മോനെ. പൊന്നുമോനെ, നിന്റെ കയ്യിലെ ലക്ഷങ്ങൾ എല്ലാവർക്കും വീതിച്ചു കൊടുക്കും മോനെ. എന്റെ ലക്ഷ്യങ്ങൾ കിട്ടിട്ട് ഇവിടെ എന്തൊക്കെ പണി ഉണ്ടെന്നറിയാമോ? കന്നി പ്രതാപം നാത്തിന്റെ വീട്ടിലെ ആദ്യത്തെ കേസായിരിക്കും. അവര് നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് നാണക്കേടാവൂലേ? ബാങ്കിലടയ്ക്കുവാൻ 5-6 ലക്ഷങ്ങൾ, ഇതുപടിക്കായി 4 ലക്ഷങ്ങൾ, പച്ചകടത്തിന് 10 ലക്ഷങ്ങൾ, പെട്ടിക്കകത്തുള്ള നോട്ടുകൾ പൊട്ടിക്ക് എണ്ണിത്താ പൊന്നുമോനെ. ഉടനിന്റെ മാലയും മുരിത്തടാ. എന്റെ അപ്പച്ച മാലേന്ന് വിടപ്പച്ച. എന്റെ ദൈവമേ, എന്തൊരു തൊന്തരവ്. അയ്യോ, എന്തൊരു തൊന്തരവ്. ഇനി വീട്ടിലൊരിത്തിരി സ്വന്തത കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്. അയ്യോ, എന്തൊരു തൊന്തരവ്. എന്താ മോനെ നിന്റെ പ്രശ്നം? തുറന്നു സ്പീച്ചു. തൊട്ടടുത്ത വീട്ടിലെ ജോസഫ് ചേട്ടന്റെ മുത്തമോളെ കെട്ടിച്ചതാ. തൊട്ടടുത്ത വീട്ടിലെ ജോസഫ് ചേട്ടന്റെ മുത്തമോളെ കെട്ടിച്ചതാ. അലീൻ എന്ത് മണ്ടത്തരമായി പറയുന്നത്? 46 വയസ്സിലേ ആയുള്ളൂ. സമയം മണ്ടത്തരം കാട്ടും പൊന്നു സന്തതിയേ. എന്താ പച്ച? പ്ലാൻ എന്തുവാ നിന്റെ? പ്ലാൻ എന്തുവാ? പ്ലാൻ എന്തുവാ? പ്ലാൻ എന്തുവാ? അപ്പച്ച, ഞാൻ ഒരു പെണ്ണെ സ്നേഹിക്കുന്നു. അവളെ എനിക്ക് കല്യാണം കഴിച്ചത്. അയ്യോ, പെണ്ണോ? ഏത് പെണ്ണു മോനെ? സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിവ, നാളെയാണ് താലിമംഗലം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിവ, നാളെയാണ് താലിമംഗലം. സുന്ദരിയോ? ഏത് സുന്ദരി? സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ കൈയും കൈയും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൽ മന്ത്രം കൊണ്ട് ചേർന്ന നേരം. എന്റെ മോനെ, നിനക്ക് ഇവളല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലടാ. ഇവിടെ ആങ്ങളെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? അതിന് മുഴുവൻ പണി എടുത്ത് കിട്ടുന്ന കാറ്റിന് കള്ളും കുടിച്ച് നാട്ടാരോടെ കിട്ടി കയറുന്ന വേന്ദ്രന. അവൻ നാട്ടാരെ കട്ടപ്പെടുത്തുന്ന റൗഡിയാ. അവനിങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ. എന്റെ ദൈവമേ, പണി ചെയ്യാൻ ആരുണ്ട്? ആ തണ്ടി ഓടിക്കാൻ നോക്കി നടക്കും കുട്ടകളെ ഞാൻ വിട്ടോളാം. തെണ്ടി തെണ്ടി. അത് ശരി, റൗഡി വേലപ്പനടുത്താണ് വേല നടക്കുന്നത് അല്ലേ? ഇത് വേലപ്പനൊന്നും അല്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടം. ചേട്ടൻ ഞങ്ങളുടെ വിവാഹം നടത്തിയത്. എടാ, സ്ത്രീധനം മേടിക്കാതെ ഈ വിവാഹത്തിന് നിന്റെ വീട്ടുകാർ സമ്മതിക്കുവോ? ദൈവമേ, ശ്രീധരൻ ഇല്ലാതെയോ? സ്ത്രീധനില്ലാതെയോ? കുട്ടനാട്ടുകാരനാണ് കുടുംബത്തിൽ പിറന്നൊരു അഭിമാനിയാണ് ഞങ്ങൾ അറിയുമുണ്ട്. അഭിമാനിയാണ് തന്റെ കയ്യിൽ വെച്ചോ അഭിമാനം, അപമാനം വരുത്താതെ സൂക്ഷിച്ചോടുകാൻ. ആ സ്വന്തം പെങ്ങളെ കെട്ടി നടത്താൻ നന്നായിട്ടറിയാടോ. എന്നെ കൊണ്ട് കെട്ടിച്ചോ, എന്തേലും കാണിച്ചോ. കുടുംബത്തിൽ പിറന്നൊരു സുന്ദര പയ്യനെ എന്തെങ്കിലും ജോലി കണ്ട് കണ്ടം വിട്ടില്ലേ? സ്വന്തം മകന്റെ കയ്യിലിരിപ്പാ നല്ലോണം ഓർത്തോണം. അടിപിടിയാണെ കാണാടാ, കയ്യാങ്കളി കാണിക്കാം. കയ്യാങ്കളി വേണ്ടായേ, വീട്ടിൽ നിന്നാണിത്താ. നിർത്ത് നിർത്ത് നിർത്ത്. ഇറപ്പിന് പെണ്ണവളെ. സ്വത്തിന്റെ പേരിൽ നിങ്ങൾ ഉടക്കാതെ, ശ്രീധരമെന്ന പേരിൽ നിങ്ങൾ ഉടക്കരുതേ. ആശനിരാശകൾ ആജീവനാന്തവും പങ്കിട്ടു വാഴണമെന്നാലും. ഓ ആശനിരാശകൾ ആജീവനാന്തവും പങ്കിട്ടു വാഴണമെന്നോണം. എന്റെ പൊന്നു മോനെ, നീ ഞങ്ങളുടെ പ്രതീക്ഷകളെ ഞാൻ തകർത്തല്ലോടാ.
അച്ഛാ, നിങ്ങൾ സ്നേഹിച്ചത് എന്നെയല്ല, എന്റെ പണത്തെയും ഞാൻ കൊണ്ടുവരുന്ന പെട്ടികളെയും. എന്റെ അനുവാദമില്ലാതെ നിങ്ങളത് ജീവിച്ചെടുക്കുകയും ചെയ്തു. ഇനി എനിക്കൊരു ജീവിതമുണ്ട്. ഞാൻ ഇവിടെയും എന്റെ കൂടെ കൊണ്ടുപോകും. ഇല്ലെങ്കിലേ സ്ത്രീധനമില്ലാത്തതിന്റെ പേരിൽ ഈ വീട്ടിലെ ഗ്യാസ് അടുപ്പും നാളെ ഒരുപക്ഷെ പൊട്ടിത്തെറിക്കും. സ്വന്തം ജീവിതം കളഞ്ഞ് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എന്നെ പോലുള്ളവരുടെ മനസ്സ് കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. അമ്മച്ചി ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്തായാലും കല്യാണം കഴിഞ്ഞു, ഇതൊന്നും ആഘോഷിക്കണ്ടേ? എന്റെ പെങ്ങളുടെ കല്യാണം ഞാൻ ആഘോഷിക്കും. ഞങ്ങളുടെ അളിയന്റെ കല്യാണം ഞങ്ങളും ആഘോഷിക്കുമെന്ന് ഞാൻ ഊന്നി പറയുന്നു. മക്കളെ, ഈ അപ്പച്ചനോട് അമ്മച്ചോട് ക്ഷമിക്കുക. മക്കളെ, ഇനി മേലാൽ നിന്റെ എന്നുള്ള വ്യത്യാസം വേണ്ട. നമുക്ക് എല്ലാവർക്കും കൂടി ഈ കല്യാണം മടിച്ചൊളിക്കാം. കമാൺ മക്കളെ. ില്ലും ില്ലും ചെണ്ടകളും